സിറിയൻ ഭരണകൂടവും വിമതരും തമ്മിലുള്ള സംഘർഷം വീണ്ടും രൂക്ഷമാവുകയാണ്. ആഭ്യന്തര യുദ്ധത്തിന് വേദിയായിരുന്ന സിറിയ ഏതാനും വർഷങ്ങളായി താരതമ്യേന ശാന്തമായിരുന്നു. പല വർഷങ്ങൾ നീണ്ടുനിന്ന ആഭ്യന്തര യുദ്ധം അവശേഷിപ്പിച്ചത് മരണവും നാശവും പലായനവുമാണ്. അവയൊക്കെ ഇനിയും ആവർത്തിക്കുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. ഭരണകൂടത്തിനെതിരെ സിറിയയിൽ ആരംഭിച്ച പ്രതിഷേധം അടിച്ചമർത്താൻ പ്രസിഡന്റ് അസദ് തയ്യാറായതോടെയാണ് 2011 ആഭ്യന്തര യുദ്ധത്തിന് തുടക്കമായത്. വിമത വിഭാഗത്തിന്റെ സായുധ സംഘങ്ങൾ സേനാ കേന്ദ്രങ്ങൾ ആക്രമിക്കാനും സിവിലിയന്മാരെ സമ്മർദ്ദത്തിലാക്കാനും തുടങ്ങി. വിമതരോടൊപ്പം തീവ്ര ഇസ്ലാമിസ്റ്റുകളും കൂടിയതോടെ രാഷ്ട്രീയ സംഘർഷത്തിന് മതപരമായ മാനവും കൈവന്നു. സർക്കാരിന് മേൽ ജിഹാദി തീവ്രവാദി സംഘമായ ഹയാത്ത് തഹ്രീർ അൽ ഷാം എന്ന HTS വലിയ സമ്മർദ്ദമാണ് ചെലുത്തിയത്. 2013 മുതൽ ലബനനിലെ ഹിസ്ബുള്ള തീവ്രവാദികളും ഇറാനിലെ വിപ്ലവ സേനയും അസദിനെ സഹായിക്കുന്നുണ്ട്. 2015 മുതൽ റഷ്യയും. മറുപക്ഷത്ത് HTSനെ സഹായിക്കാൻ തുർക്കി മുൻപോട്ട് വന്നു. ഇതിനിടെ സിറിയയുടെ ഗണ്യമായൊരു പ്രദേശം IS ഭീകരവാദികളുടെ പിടിയിലായി. സായുധ സംഘർഷങ്ങളുടെ ഫലമായി 3.5 ലക്ഷം പേരെങ്കിലും കൊല്ലപ്പെട്ടിരിക്കാമെന്നാണ് UN പറയുന്നത്. മരിച്ചവർ ലക്ഷങ്ങളാണെങ്കിൽ പലായനം ചെയ്തത് ദശലക്ഷങ്ങളാണ്. പാവപ്പെട്ട മനുഷ്യരുടെ കണ്ണീരും കഷ്ടപ്പാടുമൊന്നും യുദ്ധപ്രഭുക്കന്മാർക്ക് വിഷയമല്ല. മറ്റൊരു കാര്യം, യൂറോപ്യൻ രാജ്യങ്ങളിൽ അഭയം തേടിയവരിൽ നിരവധി പേർ തീവ്ര മതചിന്ത പുലർത്തുന്ന ഇസ്ലാമിസ്റ്റുകളാണ് എന്നതാണ്. അഭയാർത്ഥികളോടുള്ള മനോഭാവം ചൂഷണം ചെയ്ത് ആ രാജ്യങ്ങളിൽ എത്തിയവർ അവിടെയും അരക്ഷിതത്വവും അസമാധാനവും വിതയ്ക്കുകയാണ്. HTSന്റെ പെട്ടെന്നുള്ള ശക്തി പ്രകടനത്തിന് പല കാരണങ്ങളുണ്ട്. ഒന്നാമത്, യുക്രൈൻ യുദ്ധത്തിന്റെ ഫലമായി റഷ്യയിൽ നിന്ന് അസദിന് കിട്ടിക്കൊണ്ടിരുന്ന പിന്തുണയ്ക്ക് കാര്യമായ കുറവുണ്ടായി എന്നതാണ്. മറ്റൊരു കാരണം, ഇറാന്റെ വിപ്ലവ ഗാർഡുകൾക്കും ഹിസ്ബുള്ളയ്ക്കും ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുണ്ടായ തിരിച്ചടികളാണ്. മാത്രമല്ല, ഇസ്രായേലി സൈന്യം നേരിട്ട് സിറിയൻ കേന്ദ്രങ്ങൾ ആക്രമിക്കുകയും ചെയ്തു. അതോടെ ഇസ്രായേലിനെ പ്രതിരോധിക്കാൻ ഒരുങ്ങിയ അസദ് ദുർബലനാകുന്നു എന്ന് കണ്ടാണ് വിമതർ ഈ സമയം തന്നെ തെരഞ്ഞെടുത്തത്. അസദിന്റെ ഭരണവുമായുള്ള എതിർപ്പാണ് HTSനുള്ളതെങ്കിലും സിറിയയിൽ ഇനിയും അവശേഷിക്കുന്ന ക്രൈസ്തവരെയും നാട്ടിൽ നിന്ന് ഓടിക്കുക എന്നതും ഇരുകൂട്ടരും ലക്ഷ്യമിടുന്നുണ്ട്. ഡിസംബർ 1 ഫ്രാൻസിസ്കൻ സന്യാസിമാരുടെ നേതൃത്വത്തിലുള്ള ആലപ്പോയിലെ ഹോളി ലാൻഡ് കോളേജിൽ ബോംബിടുകയുണ്ടായി. ഭാഗ്യവശാൽ റഷ്യൻ ബോംബിങ്ങിൽ ആളപായമൊന്നും ഉണ്ടായില്ല. എങ്കിലും ആഭ്യന്തര യുദ്ധകാലത്ത് ക്രൈസ്തവരെ നാടുവിടാൻ പ്രേരിപ്പിച്ചതുപോലുള്ള അവസ്ഥാവിശേഷമാണെന്ന് നേതാക്കൾ കുറ്റപ്പെടുത്തുന്നു. ഇപ്പോൾ സിറിയയിൽ അവശേഷിക്കുന്ന ക്രൈസ്തവരിൽ ഭൂരിഭാഗവും ആലപ്പോയിലാണുള്ളത്. യുദ്ധഭീതി മൂലം ഒരു ക്രൈസ്തവനും നാടുവിടാൻ ഉദ്ദേശിക്കുന്നില്ലെന്നാണ് ആലപ്പോയിലെ അർമേനിയൻ സിറിയൻ ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാർ പ്രതികരിച്ചത്. അനേക വർഷങ്ങളായി രക്തസാക്ഷിത്വം വരിച്ചുകൊണ്ടിരിക്കുന്ന സിറിയയിലെ ക്രൈസ്തവ സമൂഹത്തിനു വേണ്ടി പ്രാർത്ഥിക്കണമെന്നേ അവർ ആവശ്യപ്പെടുന്നുള്ളൂ.